കൂട്ടുകാരെ, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സീസൺ 1 സയാൻ സാഗയുടെ അവസാനത്തെ എപ്പിസോഡാണ്. രാക്ഷസ കുരങ്ങന്റെ രൂപത്തിലേക്ക് മാറിയ ഗുഹാന്റെ വാല് മുറിച്ചുകൊണ്ട് വെജിറ്റ ഗുഹാനെ പഴയ രൂപത്തിലേക്ക് മാറ്റുന്നതും, മനുഷ്യരൂപത്തിലേക്ക് ഗുഹാൻ മാറുന്നതിന് മുന്നേ വെജിറ്റയുടെ മേളിലേക്ക് തന്നെ വന്ന് വീണുകൊണ്ട് വെജിറ്റയെ അടിച്ചു ചേർത്തുകൊണ്ട് നിലത്തേക്ക് വന്ന് വീഴുന്നതും, പപ്പടം പോലെ വെജിറ്റ അനങ്ങാൻ വയ്യാതെ പൊടിഞ്ഞു കിടക്കുന്നതും, ആരോഗ്യം മുഴുവൻ ക്ഷയിച്ചുപോയി വെജിറ്റ ഒരു റിമോട്ട് എടുത്തുകൊണ്ട് അവന്റെ സ്പേസ് ഷിപ്പിനെ വിളിച്ചു വരുത്തി അതിൽ കയറി എങ്ങനെയെങ്കിലും ഇഴഞ്ഞ് ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇഴഞ്ഞഴിഞ്ഞ് സ്പേസ് ഷിപ്പിന്റെ അടുത്തേക്ക് ഇരുന്ന് വെജിറ്റയുടെ അടുത്തേക്ക് ക്രില്യൻ പാഞ്ഞു ചെല്ലുകയും യാജിറോബിയുടെ കത്തി എടുത്തുകൊണ്ട് ഇതെല്ലാം ഞാൻ തീർത്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റയെ കുത്തി കൊല്ലാൻ തുടങ്ങുന്നതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് ഇവിടെ തുടരുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബൈ കേരള സ്റ്റോറി എക്സ്പ്ലെയിനർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനലിനെ 1000 സബ്സ്ക്രൈബുകളിലേക്ക് എത്തുവാൻ സഹായിച്ച എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഹൃദയോഷ്മളമായി നന്ദി അറിയിച്ചു കൊള്ളുന്നു. നമ്മൾ ഇന്നിവിടെ കാണാൻ പോകുന്നത് ഡ്രാഗൺ ബോൾ സി സീസൺ 1 സയാൻ സാഗയുടെ 18ാമത്തെ എപ്പിസോഡാണ്. വരൂ കഥയിലേക്ക് പോകാം. കായോസാമയുടെ ലോകത്ത് നിന്നുകൊണ്ട് യുദ്ധം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന കായോസാമ നിലവിലെ ശത്രുവായി വെജിറ്റയ്ക്ക് കലാശത്തിൽ കൈവന്ന ദാരുണാന്ത്യം കണ്ട് സന്തോഷിക്കുന്നുവെങ്കിലും വെജിറ്റ കാരണം ഭൂമിയിലെ ജനങ്ങൾക്കും ഗോകുവിനും കൂട്ടുകാർക്കും കൈവന്ന നേട്ടങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ടെന്ന് പറഞ്ഞ് ചിരിക്കുമ്പോൾ, ഇവനെ ഇപ്പോൾ ഇവരെല്ലാം കൂടി കൊല്ലണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവനെ കൊന്നതുകൊണ്ട് മാത്രം ലോകത്തിലെ മുഴുവൻ അസുരഗുണങ്ങളും അവസാനിക്കാൻ പോകുന്നുമില്ല. പക്ഷെ ഒരു ദൈവമായി എനിക്ക് പോലും ഇതെല്ലാം കണ്ടു നിൽക്കുക എന്നല്ലാതെ ഇതിൽ യാതൊന്നും തന്നെ ചെയ്യുവാനില്ല. അവരുടെ എല്ലാം വിധി അവർ തന്നെ എഴുതട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കായോസാമ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് ഇവിടെ തുടങ്ങുന്നത്. എന്റെ മരണം എന്റെ കൈകൾ കൊണ്ടാടാന്നും പറഞ്ഞ് ക്രില്യൻ വളരെയധികം ദേഷ്യത്തോടെ ഒരു കത്തി എടുത്തുകൊണ്ട് വെജിറ്റയെ കുത്തിക്കൊല്ലാൻ വേണ്ടി തുടങ്ങുമ്പോൾ, അരുത് എന്നൊരു അശരീരി കേൾക്കുക. അത് കേട്ട് ക്രില്യൻ ഞെട്ടിവിറച്ച് നിൽക്കുകയും ചെയ്യുന്നു. തലയ്ക്കുള്ളിൽ കേട്ട ശബ്ദം ഗോകുവിന്റേതാണെന്ന് തോന്നുന്ന ക്രില്യൻ ഞെട്ടിവിറക്കുകയും, ഗോകു നീയാണോ ഇപ്പൊ എന്റെ തലയ്ക്കുള്ളിൽ സംസാരിച്ചതെന്ന് ഗോകുവിനോട് തിരക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന ഗോകു, അതേ ക്രില്യൻ, അത് ഞാൻ തന്നെയാണ്. എനിക്കൊരു അപേക്ഷയുണ്ട്. നിനക്കിപ്പോൾ അവനെ കൊല്ലാതിരിക്കാൻ കഴിയുമോ? അത് കേൾക്കുന്ന ക്രില്യന് വളരെയധികം ദേഷ്യം വരികയും, നിന്റെ ബുദ്ധി എന്നെ കുഴഞ്ഞുപോയ ഗോകു, നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാം കൊന്ന ഈ ഭൂമി തന്നെ നശിപ്പിച്ച് ഇല്ലാതാക്കാൻ വന്ന ഇവനെ കൊല്ലാതിരിക്കാനാണോ നീ എന്റെ കാല് പിടിക്കുന്നത്? ഇവനെ ഇപ്പോൾ നമ്മൾ കൊല്ലാതെ വിട്ടാൽ വീണ്ടും ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ട് ഇവൻ ഇവിടേക്ക് തന്നെ വരും, ഈ ഭൂമി മുഴുവൻ നശിപ്പിക്കുക എന്ന് പറഞ്ഞ് ക്രില്യൻ ഗോകുവിനോട് വളരെ ദേഷ്യത്തിൽ അലറുകയും, അത് കേൾക്കുന്ന വെജിറ്റ, സത്യമാണ്, ഞാൻ തിരികെ വന്ന നിങ്ങളുടെ എല്ലാ അന്ത്യം സുനിശ്ചിതമാണെന്നും പറഞ്ഞ് പല്ല് കടിച്ചുകൊണ്ട് സ്പേസ് ഷിപ്പിലേക്ക് വലിഞ്ഞു കയറിയിരിക്കുകയാണ്. ഇവനും പിക്കലോയെ പോലെയാണെന്നാണോ നീ വിചാരിച്ചത്? ഇവൻ ഒരിക്കലും പിക്കലോയെ പോയാലേ അല്ല. ഇവന്റെ ഉദ്ദേശം ഭൂമി നശിപ്പിക്കുന്നതാണെന്നും പറഞ്ഞ് ക്രില്യൻ വളരെ ഉച്ചത്തിൽ അലറുമ്പോൾ, അത് കേൾക്കുന്ന ഗോകു, എനിക്കറിയാം ക്രില്യൻ, അവൻ വളരെ വലിയൊരു ദുഷ്ടനാണ്. അതുമാത്രമല്ല അവൻ വളരെ വലിയ ശക്തനുമാണ്. പറഞ്ഞു വന്നാൽ അവൻ എന്നെക്കാളും വലിയ ശക്തനാണ്. പക്ഷെ അവന്റെ ദാരുണമായി അന്ത്യം കാണുമ്പോൾ എന്റെ മനസ്സിനത് തടയാതിരിക്കാൻ സാധിക്കുന്നില്ല. എനിക്കത് എക്സ്പ്ലെയിൻ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. പക്ഷെ നീ ഇപ്പോൾ അവനെ കൊല്ലരുത്. നീ എന്ത് വിട്ടിത്തരമാണ് ഈ പറയുന്നത് ഗോകു എന്ന് പറഞ്ഞ് ക്രില്യൻ വീണ്ടും അലറുമ്പോൾ, അത് കേൾക്കുന്ന ഗോകു, കീഴടമായി പോയില്ലേ, കീഴടങ്ങാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ക്രില്യനോട് സങ്കടപ്പെട്ട് നോക്കുകയും, ഞാൻ കായോസാമയിൽ നിന്നും കായോകൈനെല്ലാം പഠിച്ച് ഇവിടേക്ക് വന്നത് ഇവനെ തോപ്പിക്കാൻ വേണ്ടിയാണ്. ട്രെയിനിങ് കഴിഞ്ഞ് വന്ന ഞാനായിരിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തനെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇവന്റെ ശക്തിക്ക് മുന്നിൽ ഞാൻ ഒന്നും തന്നെയല്ല. എന്റെ ജീവിതം വേസ്റ്റ് ആയി പോയി. ഒരു കുപ്പത്തൊട്ടി പോലെയാണ് ഞാനിപ്പോൾ. പക്ഷെ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എന്നേക്കാളും ശക്തനായി ഇവനെ കാണുമ്പോൾ എനിക്ക് സന്തോഷം തന്നെയാണുള്ളത്. ഞാനും ഒരു സയ്യാനാണ്. ഒരു സയ്യാനായി ഇവന് ഇത്രയധികം ശക്തനാകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ കൊണ്ട് സാധിക്കും. ഇത്തരത്തിലുള്ള ഒരു ദയനീയമായ കലാശമല്ല എനിക്കും വേണ്ടത്. ഇവനോട് എനിക്ക് ഒരിക്കൽ കൂടി ഫൈറ്റ് ചെയ്യണം. എന്റെ കരം കൊണ്ട് തന്നെ ഇവനെ തോപ്പിക്കണം. ഇവനെ എനിക്ക് ഒറ്റയ്ക്കടിച്ച് തോപ്പിക്കണം. എനിക്കതിന് ആരുടെ സഹായം വേണ്ട. പക്ഷെ ഇവനെ എനിക്ക് ജീവനോടെ വേണം. അതുകൊണ്ട് ഇപ്പോൾ നീ അവനെ വെറുതെ വിട് ക്രില്യൻ. ഈ സമയം കൊണ്ട് വളരെയേറെ കഷ്ടപ്പെട്ട് വെജിറ്റ അവന്റെ സ്പേസ് ഷിപ്പിൽ പിടിച്ച് ഒരിടത്തിൽ വലിഞ്ഞു കയറിയിട്ട് അകത്തിരിക്കുകയും, ഗോകുവിന്റെ വീരോടെയുള്ള സംസാരം എല്ലാം കേൾക്കുന്ന ക്രില്യന് വളരെയധികം സന്തോഷം വരികയും, ശരി ഗോകു, ഇപ്പോൾ നീ പറയുന്നത് ഞാൻ കേൾക്കുന്നു. കാരണം ഈ നശിക്കാൻ പോയിരുന്ന ഭൂമിയെ ഇപ്പോൾ രക്ഷിച്ചത് നീയാണ്. അതുകൊണ്ട് ഈ ഭൂമിയുടെയും യുദ്ധത്തിന്റെയും അവസാനത്തെ വിധി എഴുതുന്നത് നിന്റെ ഇഷ്ടപ്രകാരം തന്നെ ആവട്ടെ. പക്ഷെ ഇനി ഒരിക്കൽ കൂടി ഇവൻ ഇവിടേക്ക് തിരികെ വരികയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നിനക്ക് മാത്രമായിരിക്കും എന്ന് പറയുമ്പോൾ അതിന് തലയാട്ടിക്കൊണ്ട് ഗോകു സമ്മതിക്കുകയും വെജിറ്റയെ സ്പേസ് ഷിപ്പിൽ കയറി അവിടെ നിന്ന് പോകുവാൻ ക്രില്യനെ അനുവദിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതെല്ലാം കേൾക്കുന്ന വെജിറ്റ പൊട്ടിച്ചിരിക്കുകയും ക്രില്യനെ നോക്കിക്കൊണ്ട്, മണ്ടന്മാരായ കീടമേ, നിനക്കൊന്നും തലച്ചോറുമില്ലേ? ഈ ദിവസം നീ ഓർത്തു വെച്ചോളുക. ഒരു അത്ഭുതങ്ങളും ഇനി ബലിക്കാൻ പോകുന്നില്ല. നിന്നെയൊക്കെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ വെച്ച് കണ്ടാൽ എന്റെ കൈ കൊണ്ടായിരിക്കും നിന്റെയൊക്കെ മരണം. നിന്നെയൊക്കെ കാണുന്ന നിമിഷം തന്നെ ഞാൻ കൊന്നു കളഞ്ഞിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വെജിറ്റ അവന്റെ സ്പേസ് ഷിപ്പ് മൂടി അവിടെ നിന്ന് പറന്നു പോകുകയും, ഇതെല്ലാം കാണുന്ന ക്രില്യൻ ദേഷ്യം കൊണ്ട് അവൻ പല്ല് കടിച്ച് നിൽക്കുകയും ചെയ്യുന്നു. ഇനിയാണ് ശരിക്കും ഡ്രാഗൺ ബോൾ സി ദ റിയൽ ഫൈറ്റ്
ആരംഭിക്കാൻ പോകുന്നത്. പറക്കും തളികയിൽ കയറി വെജിറ്റ ദൂരേക്ക് പറന്നകലുന്ന സമയം വസ്ത്രങ്ങളില്ലാതെ മനുഷ്യരൂപത്തിലേക്ക് തിരികെ വരെ ഗുഹാൻ അവിടെ കിടക്കുന്നത് കാണുന്ന ക്രില്യൻ വളരെയേറെ സന്തോഷത്തോടെ ഗുഹാന്റെ പക്കലേക്ക് നടന്നു നീങ്ങുകയും പിക്കലോയുടെ വിശ്വാസം ശരിയായിരുന്നു, നീ തന്നെയാണ് ഈ ഭൂമിയെ രക്ഷിക്കാൻ വേണ്ടി പിറന്നവൻ, നീ ഇനി സന്തോഷമായി വിശ്രമിച്ചോളൂ എന്ന് പറഞ്ഞ് ഗുഹാനെ എടുത്തുകൊണ്ട് ഗോക്കുവിന്റെ അടുത്തേക്ക് ചെല്ലുകയും ആ സമയം അവിടെ കമന്നടിച്ച് കിടന്നിരുന്ന യാജിറോബിക്ക് ബോധം വരികയും എനിക്ക് അത്ഭുതം തോന്നുന്നു നിങ്ങൾ അവനെ കൊല്ലാതെ വിട്ടതിലെന്നും പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. ഗോക്കുവിന്റെ അടുത്ത് വരികയുന്ന ക്രില്യനോട് എന്നോട് ക്ഷമിക്കൂ ക്രില്യൻ, ഞാൻ ഈ മരിച്ചവരോടെല്ലാം കാണിച്ച അനാദരവൊന്നും അല്ല ഇത്, അവരെയെല്ലാം തിരികെ എങ്ങനെയായാലും ജീവിതത്തിലേക്ക് കൊണ്ടുവരാമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. പക്ഷേ തോൽവിയടഞ്ഞ് നിസ്സഹായമായി കിടക്കുന്ന വെജിറ്റ അപ്പോൾ കൊല്ലുവാൻ എന്റെ മനസ്സനുവദിച്ചില്ല എന്നും പറഞ്ഞ് ഗോക്കു സങ്കടപ്പെടുകയും ചെയ്യും. എന്തായാലും അവൻ പോയില്ലേ എന്നോർത്ത് ഗോക്കു സന്തോഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം അന്തരീക്ഷത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയും ഒരു പറക്കം തളിക തിരികെ ഭൂമിയിലേക്ക് വരുന്നത് കാണുന്ന ക്രില്യൻ അവൻ പോയിട്ടില്ല എന്നും പറഞ്ഞ് പല്ല് കടിക്കുകയും എന്നാൽ ഭൂമിയിലേക്ക് താഴ്ന്നിറങ്ങുന്ന പേടകം ബുൾമയുടേതാണെന്ന് മനസ്സിലാകുന്ന ക്രില്യൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. പറന്നു വന്ന പേടകത്തിൽ നിന്ന് മാസ്റ്റർ റോഷി കൈവീശി കാണിക്കുമ്പോൾ തന്നെ വാതിലെല്ലാം ചവിട്ടി തുറന്നുകൊണ്ട് ചീച്ചി ഓടി വരികയും ഗുഹാൻ എന്ന് പറഞ്ഞ് അലറി വിളിക്കുകയും ചെയ്യുന്നു. ഓടി വന്ന് ചാകാര കിടക്കുന്ന ഗോകുവിനെ മൈൻഡ് പോലും ചെയ്യാതെ ക്രില്യന്റെ നിന്ന് ഗുഹാനെ തട്ടി മോനെ നിനക്ക് എന്ത് പറ്റിയുടെ അമ്മ വന്നിടമെന്ന് പറഞ്ഞ് ചേച്ചി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗുഹാന് യാതൊരു കുഴപ്പമില്ല, നിങ്ങളുടെ ഭർത്താവ് ഗോകുവിലോടെ ചാകാറായി മരണത്തോടെ മല്ലടിച്ച് കിടക്കുന്നു, അവനെ നീ കണ്ടില്ലെന്ന് ചോദിച്ച് ക്രില്യൻ ബുൽമയോട് തട്ടിക്കയറുകയും എന്നാൽ അതൊക്കെ കേട്ടിട്ടും ഗോകുവിനെ മൈൻഡ് പോലും ചെയ്യാതെ എന്റെ പാവം കുഞ്ഞിനെ എല്ലാവരോടും ഇങ്ങനെ ആക്കിയെന്ന് ചോദിച്ചു ഗുഹാനെ എടുത്തുകൊണ്ട് വളരെ ദേഷ്യത്തോടെ ചേച്ചി നടന്നു പോവുകയും ചെയ്യുന്നു. ഗോകുവിന്റെ അടുത്ത് വന്നിരിക്കുന്ന മാസ്റ്റർ റോഷിയും ബുൽമയും ഗോകുവിന്റെ അവസ്ഥ കണ്ട് സങ്കടപ്പെടുകയും എന്നാൽ അവരെല്ലാം കാണുന്ന ഗോകു നിങ്ങളെല്ലാവരും എന്നോടാണ് ഞാൻ ആ സയ്യാനെ കൊല്ലാതെ വെറുതെ വിട്ടു എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യും. അത് കേൾക്കുന്ന കരിൻസാമ അതൊന്നും സാരമില്ല, ഇനി വരാൻ പോകുന്നത് നമുക്ക് ഭാവിയിൽ നോക്കാം എന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും. അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ബുൽമയോട് ക്രില്യം വന്നിട്ട് ബുൽമ നമ്മുടെ യാംജയും കൂട്ടുകാരും എല്ലാവരും തന്നെ മരിച്ചുപോയി, പിക്കലോ മരിച്ചുപോയതിനാൽ കാമിസാമയും മരിച്ചുപോയി, അതുകൊണ്ട് ഇനി ഡ്രാഗൺ ബോർഡുകളൊന്നുമില്ല, നമുക്കാരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും അതെല്ലാം കേൾക്കുന്ന ബുൽമയെ സങ്കടത്തോടെ കരയുകയും ചെയ്യും. നിങ്ങൾക്കും അത് അറിയാമായിരുന്നോ എന്ന് മാസ്റ്റർ റഷിയോട് ക്രില്യം ചോദിക്കുക. അതെല്ലാം എനിക്കറിയാം, പക്ഷെ പിക്കലോ വേണമായിരുന്നു ഈ യുദ്ധത്തിന്റെ അവസാനം മിച്ചം ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്, അത് സാധിച്ചില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെടുകയും ചെയ്യുന്നു. പിക്കലോ മരിച്ചുകൊണ്ട് ഇനി ആരെയും തിരിച്ചു കൊണ്ടുവരാൻ കഴിയാമെന്ന് മനസ്സിലാക്കുന്ന ബുൽമയ്ക്കും വളരെയധികം ദേഷ്യം വരിക അവിടേക്കുന്ന യാജിറോബിയോട് വളരെയധികം ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. നിനക്ക് പിക്കലോയ്ക്ക് വരം മരിച്ച് അയാളെ രക്ഷിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ച് വളരെയധികം ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. പൊട്ടിപ്പൊട്ടിക്കറിയുന്ന ബുൽമയെ കണ്ടിട്ട് യാജിറോബി അത് പേടിയായതുകൊണ്ടൊന്നുമല്ല, അവന്റെ മുന്നിൽ പോയി നിൽക്കുവാനുള്ള ശക്തി പോലും എനിക്കില്ലായിരുന്നു എന്നും പറഞ്ഞ് സങ്കടത്തോടെ തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്നു. അതെല്ലാം കേൾക്കുന്ന കരിൻസാമ സാരമില്ല, കഴിഞ്ഞതെല്ലാം പോട്ടെ, ഇപ്പോൾ നമ്മൾ ഇവരെയെല്ലാം ആശുപത്രിയിലേക്ക് വല്ലതും കൊണ്ടുപോകണം, ഇവർക്ക് എന്തെങ്കിലും ചികിത്സ കൊടുക്കേണ്ടതുണ്ട്, നമ്മുടെ കയ്യിൽ ഒരു സെൻസുബിയും പോലും ഇനി മിച്ചമില്ല, ഇവരെ എങ്ങനെയെങ്കിലും ശുശ്രൂഷിച്ച് എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരാനാണ് നമ്മൾ ഇനി നോക്കേണ്ടതെന്നും പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും കൂടി വയ്യാതെ കിടന്നിരുന്ന ഗോകുവിനെയും ക്രില്ലിനെയും ഗുഹാനെയും എല്ലാവരെയും പേടകത്തിൽ തിരികെ കയറി വീട്ടിലേക്ക് പുറപ്പെടുകയും ചെയ്യും. എന്നാൽ ബുൾമയുടെ പഴയ കാമുകനായ യാംജ മരിച്ചതോർത്ത് പേടകത്തിൽ കയറിയിട്ടും കരച്ചിലടക്കാൻ കഴിയാതെ ബുൾമ വളരെ സങ്കടത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബുൾമയുടെ കരച്ചിൽ കണ്ട് വളരെയധികം സങ്കടം വരുന്ന ക്രില്യൻ ബുൾമ നീ കരയാതിരിക്കൂ, സാധ്യത കുറവാണെന്നേ ഉള്ളൂ, എങ്കിലും ദുഷ്ടന്മാരായ സയന്മാരുടെ കൈകൊണ്ട് മരിച്ച എല്ലാവരെയും തിരികെ കൊണ്ടുവരാൻ എൻ്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് പറയുകയും അത് കേൾക്കുന്ന ബുൾമ ചാടി എഴുന്നേൽക്കുക എന്താണ് ആ വഴി എന്ന് ചോദിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നു. മരിച്ചുപോയ എല്ലാവരും തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്ന് ക്രില്യൻ പറയുന്നത് കേൾക്കുമ്പോൾ യാജിറോബിയും മാസ്റ്റർ റോഷിയും കരിൻസാമയും ബുൽമയും ഞെട്ടുകയും എല്ലാവരുടെ ക്രില്ലിനെ നോക്കിയിരിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന മാസ്റ്റർ റോഷി നീ പറഞ്ഞത് സത്യമാണോ എന്ന് തിരക്കുമ്പോൾ എങ്ങനെയാണ് സാധിക്കുക എന്ന് ബുൽമയും ചോദിക്കുന്നു. പെട്ടെന്ന് ക്രില്യൻ ചാടി എഴുന്നേൽക്കുക അത് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഇവിടെയാണ് അവരെല്ലാം മരിച്ചെടുക്കുന്നത്, നമുക്കാദ്യം അവരുടെ ബോഡി എടുക്കാമെന്നും പറഞ്ഞ് സ്പേസ്ഷിപ്പ് താടി ഇറക്കാൻ പറയുകയും ചെയ്യുന്നു. പേടകം താടി ഇറക്കി അവർ ഓരോരുത്തരുടെ ബോഡിയായി തപ്പി നടക്കുകയും യാംജ പിക്കലോ ചെയ്യാൻ തുടങ്ങി എല്ലാവരുടെയും ബോഡി എടുത്ത് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യുന്നു. ബോഡിയെല്ലാമായി സ്പേസ്ഷിപ്പിൽ കയറിയ ശേഷം കരിൻസാമ ഇവരുടെ എല്ലാം മരണത്തിന് വളരെ വലിയൊരു അർത്ഥമാണുള്ളത്, നിങ്ങളാരും സങ്കടപ്പെട്ടുകൊണ്ട് അവരുടെ മരണത്തെ ചെറുതാക്കരുതെന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യും. തുടർന്ന് അവരെല്ലാം വീട്ടിലേക്ക് പോകാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുന്നു. പെട്ടെന്ന് ചേച്ചിയുടെ കയ്യിൽ ബോധം കെട്ടി കിടന്നിരുന്ന ഗുഹാൻ ചാടി എഴുന്നേൽക്കുകയും സയ്യാൻ എന്തെന്ന് ചോദിച്ച് ചുറ്റും തപ്പി നോക്കുകയും ചെയ്യുന്നു. എല്ലാം ശരിയായി മോനെ, നീ ഇപ്പോൾ നിന്റെ അമ്മയുടെ കൂടെയുള്ളതാണെന്ന് പറഞ്ഞ് ചേച്ചി ഗുഹാനെ സമാധാനിപ്പിക്കാൻ നോക്കുകയും സയ്യാൻ എവിടെ പോയെന്നും ചോദിച്ച് ഗുഹാൻ തിരക്കുമ്പോൾ അവൻ തിരികെ പോയി അവനെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നും പറഞ്ഞ് ക്രില്യൻ സങ്കടപ്പെടുകയും ചെയ്യുന്നു. അത് സാരമില്ല, അവൻ ഒരിക്കലും ഇനി ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല എന്നും പറഞ്ഞ് ക്രില്യൻ സന്തോഷിക്കുകയും അത് കാണുന്ന ഗുഹാന് സന്തോഷമാവുകയും ചെയ്യുന്നു. എന്നാൽ പെട്ടെന്ന് അച്ഛൻ എവിടെയെന്ന് ചോദിച്ച് വളരെ പരിവേശത്തോടെ ഗുഹാൻ ചോദിക്കുകയും പെട്ടെന്ന് ഇവരിരുന്ന ഇരിപ്പിടത്തിന്റെ എല്ലാം പറയുന്നത് ഗുഹ ഞാനിവിടെ ഉണ്ട് പേടിക്കേണ്ടെന്നും ഗോകു വർത്താനം പറയുകയും ചെയ്യും. നീ കാരണമാണ് ഈ യുദ്ധം നല്ല രീതിയിൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞു, അതിന് നിനക്ക് വളരെയധികം നന്ദിയുണ്ടെന്നും പറഞ്ഞ് ഗോകു ഗുഹാനെ വളരെയധികം പുകഴ്ത്തുകയും ചെയ്യുന്നു. അതേസമയം യാജിറോബി ചേച്ചിയുടെ അടുത്ത് വന്ന് ഗുഹാൻ ഇപ്പോൾ ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനെ എന്താണ് ഗവനിക്കാത്തതെന്ന് ചോദിച്ച് വിഷമിക്കുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന ചേച്ചി അതിന്റെ ഒന്നും ആവശ്യമില്ല, അവൻ കാരണമാണ് എന്റെ കുഞ്ഞിന് ഇത്രയേറെ ആപത്തുണ്ടായെന്ന് പറഞ്ഞ് വളരെയേറെ ദേഷ്യപ്പെടുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് അത് കേൾക്കുന്ന ഗുഹാൻ അമ്മ അത് അങ്ങനെയല്ല, ഈ ഭൂമി രക്ഷിക്കാൻ വേണ്ടിയാണ് അച്ഛൻ കഷ്ടപ്പെട്ടതെന്ന് പറയുമ്പോൾ ഞാൻ എന്റെ വിഷമം നിന്നെ ഓർത്താണ് ഗുഹാൻ, അല്ലാതെ ഭൂമി ഓർത്തല്ല, ഞാനൊരു അമ്മയാണെന്ന് പറഞ്ഞ് ചേച്ചി വളരെയേറെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. അതേസമയം സ്പേസ്ഷിപ്പ് ഓടിച്ചുകൊണ്ടിരുന്ന ബുൽമ ക്രില്ലിനോട് നീ നേരത്തെ കുരിൻസാമിയോട് എന്തുമാണ് പറഞ്ഞത്, മരിച്ചവരെ എങ്ങനെയാണ് ഈ ഡ്രാഗൺ ബോളുകളില്ലാതെ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുക? അതെല്ലാം കേൾക്കുന്ന ക്രില്ലിൻ അതിനൊരു കാരണമുണ്ട്, ഒരു കഥയാണ് ഞാൻ പറയാമെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുകയും ശരിക്കും ഗോകുവിന്റെ ബ്രദർ ഡ്രാഗൺ ബോളിനെ കുറിച്ച് ഭൂമിക്ക് പുറത്തുള്ള സയന്മാരെ അറിയിച്ചത് കൊണ്ട് ഡ്രാഗൺ ബോൾ തപ്പിയാണ് അവർ ഭൂമിയിലേക്ക് വന്നത്. എന്നാൽ ഭൂമിയിലേക്ക് വന്ന സയന്മാർ പിക്കലോയുടെ മുഖം കണ്ടപ്പോൾ തന്നെ പിക്കലോ ഒരു നമക്കിയനാണെന്നാണ് പറഞ്ഞത്. പിക്കലോ നമക്കിയനാണെങ്കിൽ പിക്കലോയോ ഒരു അന്യഗ്രഹ ജീവി തന്നെയാണ്, അതിനർത്ഥം പിക്കലോയും കാമിയും ഭൂമിക്ക് പുറത്തുനിന്ന് നമക്കെന്നൊരു ഗ്രഹത്തിൽ നിന്നുമാണ് ഇവിടേക്ക് വന്നത് എന്നാണ്.
എന്നാൽ അത് കേൾക്കുന്ന യാജിറോബി അവർ ഏലിയൻസ് ആണ് എന്ന് പറഞ്ഞതിൽ എന്താണ് ഇത്രയ്ക്ക് വിചിത്രമായി ഉള്ളത് എന്ന് പറഞ്ഞ് ക്രില്ലിനോട് ചോദിക്കുകയും ഞാൻ പറഞ്ഞു വന്നത് അതല്ല, അത്രയും നേരം പിക്കലോയെ മാത്രം കൊല്ലരുത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വെജീറ്റ ഗോകു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ ഡ്രാഗൺ ബോളിന്റെ പവർ മനസ്സിലാക്കുന്ന വെജീറ്റ എത്രയും വേഗം പിക്കലോയിനെ കൊന്നു കളഞ്ഞേക്കാനാണ് പറഞ്ഞത്. അവൻ നമിക്കന്മാരുടെ ഹോംലാൻഡിൽ പോയി അവിടുത്തെ ഡ്രാഗൺ ബോൾ ഉപയോഗിച്ച് അവന്റെ ആഗ്രഹം നടത്തിക്കോളാം എന്നാണ് അപ്പോൾ അവൻ പറഞ്ഞത്. അത് കേൾക്കുന്ന യാജിറോബി ശരിയാണ്, അത് ഞാനും കേട്ടിരുന്നു എന്ന് പറയുമ്പോൾ ഞാനും കേട്ടിരുന്നു നമിക്കന്മാർക്ക് മിസ്റ്റീരിയസ് ആയ ഡ്രാഗൺ ബോളുകൾ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് പറയുന്നത് ഞാനും കേട്ടു എന്നും പറഞ്ഞ് ഗുഹാനും പറയുന്നു. അതെല്ലാം കേൾക്കുമ്പോൾ ക്രില്ലിൻ ചിരിക്കുകയും അത് തന്നെയാണ് ഞാൻ പറയുന്നത്. നമിക്കന്മാരുടെ ഗ്രഹം ഈ പ്രപഞ്ചത്തിന്റെ ഏതൊരു മൂലയിലാണെങ്കിലും നമ്മളത് കണ്ടുപിടിക്കണം. അവരുടെ ഡ്രാഗൺ ബോൾ എങ്ങനെയെങ്കിലും നമ്മൾ നമ്മുടെ കരങ്ങളിലാക്കണം. ഇത് നമുക്ക് കിട്ടിയാൽ മരിച്ചുപോയ എല്ലാവരെയും നമുക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും. ശരിയാണ്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഡ്രാഗൺ ബോളുകൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ മരിച്ചുപോയ എല്ലാവരെയും തിരികെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞ് കരൻസാമ ചിരിക്കുമ്പോൾ ആടി എഴുന്നേൽക്കുന്ന ഗുഹാൻ ശരിയാണ്, അപ്പോൾ നമുക്ക് പിക്കലോയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും എന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും അത് കേൾക്കുന്ന ചേച്ചി എന്ത് ദുഷ്ടനായി പിക്കലോയെ തിരിച്ചു കൊണ്ടുവരാന്നോ, നീ എന്താണ് ഈ പറയുന്നത് ഗുഹാൻ എന്ന് ചോദിച്ച് വളരെയധികം ഗുഹാനോട് ദേഷ്യപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ അത് കേൾക്കുന്ന ക്രില്ലിയും വളരെ സന്തോഷിക്കും. അത് തന്നെയാണ് എന്റെ പ്ലാൻ. നമുക്ക് പിക്കലോയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ പിക്കലോ തിരികെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ അതേ നിമിഷം തന്നെ കാമിസാമയും തിരികെ ജീവിതത്തിലേക്ക് വരുന്നതാണ്. കാമിസാമ തിരികെ വരികയാണെങ്കിൽ വീണ്ടും ഡ്രാഗൺ ബോളുകൾ ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഡ്രാഗൺ ബോളുകൾ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അതുപയോഗിച്ച് നമുക്ക് എല്ലാവരെയും തിരികെ കൊണ്ടുവരാം എന്നും പറഞ്ഞ് ക്രില്ലിയൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. അതെല്ലാം കേൾക്കുന്ന മാസ്റ്റർ റോഷിയും കരൻസാമയും എല്ലാവർക്കും വളരെയധികം സന്തോഷമാവുകയും ചെയ്യുന്നു. എന്നാൽ അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ബുൾമ പെട്ടെന്ന് നിരാശയോടെ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറയുകയും അത് കേൾക്കുന്ന അവരെല്ലാം കൂടെ സൂക്ഷിച്ച് ബുൾമയെ തന്നെ നോക്കി നിൽക്കുകയും നീ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ എത്രത്തോളം ഗ്രഹം ഉണ്ടാവും, അതിലേതാണ് നമുക്കെന്ന ഗ്രഹമെന്ന് പോലും നമുക്കറിയില്ല. പിന്നെ എങ്ങനെയാണ് എന്ത് തപ്പിയാണ് നമ്മൾ എങ്ങോട്ടേക്കാണ് പോവുക, നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല എന്നും പറഞ്ഞ് ബുൾമ സങ്കടത്തോടെ തലകുനിച്ച് നിൽക്കുകയും ചെയ്യുന്നു. അതെല്ലാം കേൾക്കുന്ന ക്രില്ലിനെയും മാസ്റ്റർ റോഷി യാജിറോബി എല്ലാവർക്കും തന്നെ സങ്കടമായി കരിൻസാമു വരെ തലകുനിച്ച് നിൽക്കുകയും ചെയ്യും. പെട്ടെന്ന് പുറകിൽ നിന്നൊരു സംസാരം കേൾക്കുകയും എല്ലാവരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളാരും അതോർത്ത് വിഷമിക്കേണ്ട, നമുക്കെന്ന ഗ്രഹം ഈ പ്രപഞ്ചത്തിന്റെ ഏത് മൂലയിലാണെങ്കിലും അത് ഞാൻ കണ്ടുപിടിച്ചു തരാം. സുഹൃത്തായ കായസോമയ്ക്ക് ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ ഗ്രഹങ്ങളും അറിയാം. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചിട്ട് ആ ഗ്രഹത്തിന്റെ ലൊക്കേഷൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞ് ഗോകു സന്തോഷിക്കുകയും അത് കേൾക്കുന്ന അവർക്കെല്ലാം വളരെയധികം സന്തോഷം വരികയും ചെയ്യുന്നു. പെട്ടെന്ന് ഗോകു അവന്റെ ടെലിപ്പതി പവർ ഉപയോഗിച്ചുകൊണ്ട് കായസമയോട് സംസാരിക്കുകയും അങ്ങേക്ക് പ്ലാനറ്റ് നമുക്ക് അറിയാമോ എന്ന് ചോദിക്കുകയും ചെയ്യും. അത് കേൾക്കുന്ന കായസമ എന്തൊരു ചോദ്യമാണത്, ഈ പ്രപഞ്ചത്തിലെ സർവ്വമാന ഗ്രഹങ്ങളും എനിക്കറിയാം, ഞാൻ ഉറപ്പായും അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അതേസമയം കായസമ സംസാരിച്ച് അവരെല്ലാം തന്നെ കേൾക്കുകയും ഈ സംസാരിക്കുന്നതാണ് കായസമ, അദ്ദേഹം പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടെന്ന് അവർ പരസ്പരം പറയുകയും ചെയ്യുന്നു. അത് കേൾക്കുന്ന ഗോകുവിന് വളരെ സന്തോഷമാവുകയും കായസമ അങ്ങ് പറയുന്ന ഇവർക്കെല്ലാം തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്, വേഗം ആ ഗ്രഹം എവിടെയാണെന്ന് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞ് ചോദിക്കുകയും കായസമയാണെങ്കിൽ ആ ഗ്രഹത്തിലുണ്ടായിരുന്ന വലിയൊരു പുസ്തകം എടുത്തുകൊണ്ട് വന്ന് ആ പുസ്തകത്തിലുള്ള മുഴുവൻ ഗ്രഹങ്ങളുടെ പേര് തപ്പി ഓരോരോ ഗ്രഹങ്ങളുടെ പേരായി പറഞ്ഞു വരികയും അതേസമയം കായസമയനെ ശല്യപ്പെടുത്തിക്കൊണ്ട് കുരങ്ങടക്കണം ചാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചുറ്റികെടുത്ത് കുരങ്ങിന്റെ തലയ്ക്ക് ഒരു ആഞ്ഞോട്ടി അടിയിരിക്കുകയും ചെയ്യും. ഓരോരോ ഗ്രഹങ്ങളുടെ പേര് വെച്ച് തപ്പി വരുന്ന കായസമ പെട്ടെന്ന് നമുക്കെന്ന ഗ്രഹം കണ്ടുപിടിക്കുക അതിന്റെ ലൊക്കേഷൻ ഇവർക്കെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. എന്നതിന്റെ ലൊക്കേഷൻ കേൾക്കുന്ന ബാക്കി ആർക്കൊന്നും മനസ്സിലാകാതിരിക്കുകയും 9045YX എന്ന് കേൾക്കുമ്പോൾ ബുൾമയ്ക്ക് മാത്രം എന്തോ മനസ്സിലാവുകയും മാസ്റ്റർ റോഷി അങ്ങ് അല്പം നേരം ഈ വിമാനം ഓടിക്കാവോ, ഞാനൊരു കാൽക്കുലേഷൻ ചെയ്യട്ടെ എന്നും പറഞ്ഞ് മാസ്റ്റർ റോഷി അവിടെ പിടിച്ചെടുത്തിട്ട് ബുൾമ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയും ചെയ്യുന്നു. പ്ലാനറ്റ് നമുക്കെന്ന് വളരെ സുന്ദരമായത് ഒരുപാട് നമിക്കന്മാരാൽ നിറഞ്ഞതുമായ ഒരു ഗ്രഹമായിരുന്നു. പക്ഷെ അവിടെ അടുത്തിടെ ഉണ്ടായ ഒരുപാട് ക്ലൈമാറ്റിക് ചേഞ്ച് കാരണം അവിടെ വളരെ വലിയ ദുരന്തങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. എന്ത് കായാസമ പറയുമ്പോഴത്തേന് അത് കേൾക്കുന്ന യാജിറോബി അങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിൽ ഇനി അവിടെ ഡ്രാഗൺ ബോൾ കാണോ യാതൊരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാം നിരാശപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ അതെല്ലാം കേൾക്കുന്ന കായാസമ നിങ്ങളാരും വിഷമിക്കേണ്ട, അവിടെ യാതൊരു കുഴപ്പമില്ല, അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പോകാവുന്നതാണ് എന്ന് പറഞ്ഞ് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. അവിടെ ഇനി അതിജീവിക്കുന്ന നമിക്കൻസ് ആരെല്ലാം ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഇപ്പൊ തന്നെ പറയാമെന്ന് പറഞ്ഞ് കായാസമ നമിക്കൻസിനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും എന്നാൽ അതെല്ലാം കേൾക്കുന്ന കരിൻസാമ അപ്പോൾ പ്ലാനറ്റ് നമിക്കനിൽ നിന്ന് കാമിസാമ ഇവിടെ വന്നതിന് ശേഷമായിരിക്കും അദ്ദേഹം കാമിസാമയായി മാറിയത്. ഒന്നേൽ അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഓർമ്മകൾ പോയതായിരിക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാനുള്ള ദുരന്തകരമായ ഒരു പാസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് അദ്ദേഹം അത് മറച്ചു വെച്ചതായിരിക്കും എന്നെല്ലാം പറഞ്ഞ് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ യാജിറോബിയുടെ സംശയം വേറൊന്നായിരുന്നു, ഡ്രാഗൺ ബോളുകൾക്ക് എന്തൊരു വിഷം ഗ്രാൻഡ് ചെയ്യാൻ പറ്റുമല്ലോ, അപ്പൊ നമഗ്രഹത്തിലുള്ള കാലാവസ്ഥ എന്തുകൊണ്ടാണ് നോർമലാക്കി അവിടെയുള്ള നമിക്കന്മാർ മരിക്കുന്നത് അവർ തടയാതിരുന്നത് എന്ന് ചോദിക്കുന്നു. എന്നാൽ അത് കേൾക്കുന്ന മാസ്റ്റർ റോഷി പണ്ട് ഷെൻഡ്രോൺ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഷെൻഡ്രോൺ ഏതൊരു വിഷം ഗ്രാൻഡ് ചെയ്ത് തരാൻ സാധിക്കുകയില്ല, അദ്ദേഹത്തെ ഉണ്ടാക്കിയത് കാമിസാമയാണ്, അതുകൊണ്ട് തന്നെ കാമിസാമയുടെ സിദ്ധി വെച്ചിട്ട് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുന്നത് മാത്രമേ ഷെൻഡ്രോണിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ ഡ്രാഗൺ ബോൾ അത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ശക്തി അനുസരിച്ചിട്ടായിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ എല്ലാവിധ വിഷുകളും ഗ്രാൻഡ് ചെയ്യാൻ ഡ്രാഗൺ ബോളുകൾ ഉപയോഗിച്ച് സാധിക്കുകയില്ല, അതുകൊണ്ടാണ് സായന്മാരെ ഇല്ലാതാക്കാൻ ഷെൻഡ്രോണിന് കഴിയില്ല എന്ന് ഷെൻഡ്രോൺ നമ്മളോടൊന്ന് പറഞ്ഞത്. എന്നോട് മാസ്റ്റർ റോഷി പറയുന്നത് കേൾക്കുമ്പോൾ യാജിറോബി ഡ്രാഗൺ ബോളുകൾ അപ്പോൾ അത്രയ്ക്ക് മഹത്വമുള്ളൊന്നും അല്ലെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കും. എന്നാൽ അതേസമയം കണ്ട് കായാസമ്മ ക്ലൈമറ്റ് ചേഞ്ചിന് ശേഷം അതിജീവിച്ച നമിക്കൻസിനെ കണ്ടുപിടിക്കുക അവർ 100ലധികം പേരുണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. അത് സന്തോഷത്തോടെ ഗോകുവിനോടും കൂട്ടുകാരോടും അറിയിക്കുകയും എന്നാൽ അദ്ദേഹത്തിന് യാജിറോബിക്ക് തലയിൽ ഇടിത്തി വീണതുപോലെ തോന്നുകയും അപ്പോൾ കാമിയും പിക്കലയും പോലെ ഇരിക്കുന്ന 100 ആൾക്കാർ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ച് വളരെയധികം പേടിക്കുക. അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, നമഗ്രഹത്തിലുള്ള എല്ലാവരും കാമിയെ പോലെ പാവങ്ങളാണ്, നമിക്കന്മാരെല്ലാം ശുദ്ധമാരായ ഒരാൾക്കാരാണ്. സത്യം പറഞ്ഞ കാമി ഭൂമിയുടെ ഗാർഡിയനാകാൻ വന്നപ്പോൾ അദ്ദേഹത്തിനുള്ളിലെ അസുരഗുണങ്ങളെല്ലാം ചേർന്ന് പിക്കലോ ഉണ്ടാവുകയും ശുദ്ധഗുണങ്ങളെല്ലാം ചേർന്ന് കാമിസാമിയായി ഭൂമിയുടെ ഗാർഡിയനായി
മാറുകയും ചെയ്തു. ഇതെല്ലാം കേൾക്കുന്ന മാസ്റ്റർ റോഷി ആരും തന്നെ വിഷമിക്കേണ്ടതില്ല, നമക്കന്മാരുടെ ഗ്രഹത്തിൽ നമുക്ക് എങ്ങനെയെങ്കിലും പോകാൻ ചെറിയൊരു ചാൻസ് എങ്കിലും കിട്ടുകയാണെങ്കിൽ മരിച്ചുപോയ യാംജയെയും ടിയാനെയും പിക്കലോയെയും എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. പക്ഷെ അതെല്ലാം കേൾക്കുന്ന ബുൾമയ്ക്ക് വളരെയധികം ദേഷ്യം വരികയും നിങ്ങൾ എന്തൊരു മണ്ടന്മാരാണ്, നമ്മൾ ആ ലൊക്കേഷൻ കണ്ടെത്തിയെന്നിരിക്കട്ടെ, പക്ഷെ നമ്മൾ അവിടേക്ക് എങ്ങനെ പോകും എന്ന് ബുൾമ ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേനും ക്രില്യൻ നമുക്ക് നിന്റെ സ്പേസ് ഷിപ്പിൽ പോകാലോ എന്ന് പറയുമ്പോഴത്തേനും ശരിയാണ്, എന്റെ അച്ഛനുണ്ടാക്കിയ ഏറ്റവും ഫാസ്റ്റസ്റ്റ് എഞ്ചിനുള്ള സ്പേസ് ഷിപ്പ് എടുത്തുകൊണ്ട് പോയാൽ പോലും 4359 വർഷവും 3 മാസവും കടക്കണം നമുക്ക് അവിടെ ചെല്ലണമെങ്കിൽ. അത്രയും വർഷങ്ങളുടെ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാനാ എന്നും പറഞ്ഞ് ബുൾമ ദേഷ്യപ്പെടുമ്പോൾ എന്നാൽ അതെല്ലാം കേൾക്കുന്ന ക്രില്യൻ ചിരിക്കുകയും നീ പറഞ്ഞതെല്ലാം തന്നെ ശരിയാണ്, നമ്മൾ സാധാരണ പേടകങ്ങളിൽ പോയി അത്രയേറെ സമയം എടുത്തേക്കും, പക്ഷേ ആ സയാമാർ ഭൂമിയിലേക്ക് വന്ന പേടകം നീ കണ്ടിരുന്നോ? വൃത്തരൂപത്തിലുള്ള വലിപ്പം കുറഞ്ഞ ഒരാൾക്ക് മാത്രം ഇരുന്ന് പോകാൻ സാധിക്കുന്ന അതുകൂട്ട് പേടകം. ആ പേടകം ഉപയോഗിച്ച് അവർ നിമിഷ നേരങ്ങളുണ്ട് ഓരോരോ ഗ്രഹങ്ങളിലേക്ക് ചെല്ലുന്നത്. സയാം വെജീറ്റ മിച്ചമുണ്ടായിരുന്ന ഒരു സ്പേസ് ഷിപ്പിൽ കയറി പുറത്തേക്ക് പോയി എന്നുള്ളത് ശരിയാണ്, പക്ഷെ നാപ്പ എന്ന സയാം വന്ന പേടകം ഇപ്പോഴും ഇവിടെ തന്നെയുണ്ട്. നമുക്ക് ആ പേടകം ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചാലോ? അതെല്ലാം കേൾക്കുമ്പോൾ അവർക്കെല്ലാം വളരെയധികം സന്തോഷം വരികയും പെട്ടെന്ന് ഗോകുവിന് ബോധം വരിക, അപ്പോൾ എന്റെ ചേട്ടൻ റാഡിസ് വന്ന സ്പേസ് ഷിപ്പ് ഇവിടെ തന്നെയുണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഗോകുവിന് അയ്യോ അത് ഗുഹാൻ തച്ചുടച്ച് കളഞ്ഞല്ലോ, ഇനി അതുകൊണ്ട് ഉപകാരപ്പെടില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷെ അതെല്ലാം കേൾക്കുന്ന ബുൾമയ്ക്ക് വളരെ സന്തോഷമാകുകയും സാരമില്ല മിച്ചമുള്ളവരുണ്ടല്ലോ അത് ഞാൻ അനലൈസ് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ച് അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് ചിരിക്കുകയും ചെയ്യുന്നു. അതെല്ലാം കാണുമ്പോൾ മാസ്റ്റർ റോഷി സയാൻമാർ വന്നിറങ്ങിയ മെട്രോ സിറ്റിക്ക് അടുത്ത് അതുണ്ടാവും, നമുക്ക് അവിടെ പോയി തപ്പാമെന്ന് പറയുകയും ആ സമയം ക്രില്യൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന റിമോട്ട് എടുത്ത് കാണിക്കുകയും ഇതുപോലെ റിമോട്ട് വെച്ചിട്ടാണ് വെജീറ്റ അവന്റെ സ്പേസ് ഷിപ്പിനെ വിളിച്ചു വരുത്തിയത്, ഈ റിമോട്ട് കൊണ്ട് മറ്റേ സ്പേസ് ഷിപ്പ് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞ് സന്തോഷിക്കുകയും പെട്ടെന്ന് ബുൾമ അവന്റെ റിമോട്ട് തട്ടിപ്പറിച്ചെടുക്കുകയും ഇനി നമുക്കെല്ലാം ശരിയാക്കുക എന്നും പറഞ്ഞ് അവരെല്ലാവരോട് കൂട്ടത്തോടെ ചിരിക്കുകയും പ്ലാനറ്റ് ഞങ്ങൾ വരുന്നു എന്നും പറഞ്ഞ് എല്ലാവരും അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇനി ഗോകുവിന്റെയും കൂട്ടുകാരുടെയും പ്ലാനറ്റ് നമുക്ക് തേടിയുള്ള യാത്രയും സംഭവവികാസങ്ങളുമാണ് നമ്മൾ ഇനി മുതൽ കാണാൻ പോകുന്നത്. അങ്ങനെ ഇവിടം കൊണ്ട് ഡ്രാഗൺ ബോൾ സി സീസൺ 1 ആയ സയൻ സാഗ അവസാന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, വന്ദനം, ബൈ.